തിരുവനന്തപുരം നെടുമങ്ങാട്ട് ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച നടന്നിരിക്കുന്നു. നെടുമങ്ങാട് ചുള്ളിമാനൂർ അനസിന്റെ വീട്ടിൽ നിന്നാണ് 25 പവൻ മോഷണം പോയത്. കുടുംബം വിനോദയാത്രയ്ക്ക് പോയപ്പോഴായിരുന്നു മോഷണമുണ്ടായത്. ഇന്ന് രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഇന്ന് രാവിലെ 7:50 ഇവിടെ എത്തിയുള്ളൂ വീട്ടില്. വണ്ടി അവിടെ നിന്ന് ചവിട്ടിയപ്പോ തന്നെ ഡോർ ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് തുറന്നിറങ്ങാണ്ട്, ചെറുതായിട്ട് ഡിസ്റ്റൻസിൽ തുറന്നിറങ്ങാണ്ട്. അപ്പോഴേ ഇങ്ങോട്ട് വൈഫിന്റെ പറഞ്ഞു അകത്തുനിന്ന് എന്തെങ്കിലും പോയതായിട്ട് ഗോൾഡ് പോയി, വൈഫിന്റെ ഫുൾ ഗോൾഡും പോയി. ഉദ്ദേശം 25 പവൻ മുകളിൽ വരും. 25 പവൻ വരും. ക്യാഷും പോയിട്ടുണ്ടോ? ക്യാഷ് ഒന്നും പോയിട്ടില്ല. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ CCTV വല്ലതും ഉണ്ടായിരുന്നോ? എന്താണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ? വീട്ടുകാർ വിഷുദിനത്തിൽ മടങ്ങിയെത്തിയപ്പോഴാണ് ഈ വലിയ മോഷണത്തിന്റെ വിവരങ്ങൾ അറിയുന്നത്. ഇന്ന് രാവിലെയാണ് ഈ വിനോദയാത്രയ്ക്ക് പോയിട്ടുള്ള വീട്ടുകാരെല്ലാവരും ഇന്ന് രാവിലെ തിരിച്ചു വന്നപ്പോഴാണ് ഈ മുൻവശത്തെ വാതിൽ പൊളിച്ചു കിടക്കുന്നതും ഈ വലിയൊരു മോഷണം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയുന്നതും. മുൻവശത്തെ വാതിൽ കുത്തി തുറന്നുകൊണ്ട് അകത്ത് കയറി, അതായത് ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 25 പവൻ സ്വർണ്ണമാണ് നെടുമങ്ങാട് ചുള്ളിമാനൂർ സ്വദേശിയായിട്ടുള്ള അനസിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടുള്ളത്. 25 പവൻ സ്വർണ്ണമാണ് എന്നുള്ള കാര്യം ഏറെക്കുറെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ദൃശ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് CCTV അടക്കം അടിച്ച് തകർത്തുകൊണ്ട് കൃത്യമായി എവിടെയാണ് സ്വർണം സൂക്ഷിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് അകത്ത് കടന്നത് എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. കാരണം മറ്റു മുറികളിലൊന്നും തന്നെ കാര്യമായ ഒരു തെരച്ചിൽ നടന്നതിൻ്റെ സൂചന അതിനകത്ത് കാണാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ വീട്ടുകാരെല്ലാവരും കൂടി ഊട്ടിയിലാണ് വിനോദയാത്ര പോയത്. ഈ ദിവസങ്ങളിൽ ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്. ഇന്ന് രാവിലെയാണ് തിരിച്ചെത്തിയത് എല്ലാവരും. അപ്പോൾ ഈ ദിവസങ്ങളിൽ വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മോഷണം നടന്നിട്ടുള്ളത്. അതും ഇന്നലെ രാത്രിയിൽ നടന്നതാണോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും കഴിഞ്ഞ 4-5 ദിവസമായി വീട്ടിൽ ആരും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഒരു ദിവസം ഈ മോഷ്ടാക്കൾ എത്തിക്കൊണ്ട് ഈ വലിയൊരു കവർച്ച നടത്തിയതാണ് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഇത് CCTV ദൃശ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്വേഷണം ശ്രമകരമാണ്. ഈ സ്ഥിരം സംഘങ്ങൾ ഏതെങ്കിലും, അതായത് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സ്ഥിരം സംഘങ്ങളിൽ ഏതെങ്കിലും ആണോ മോഷണം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിസരത്തെ CCTV, അതായത് ആ വീടിരിക്കുന്ന ലൈനിലേക്ക് കയറുന്ന സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചു വരികയാണ്. വീട്ടുകാരുടെ മൊഴിയെടുത്തു അന്വേഷണം ഊർജിതമാക്കി നടക്കുന്നുണ്ട്. എന്തായാലും CCTV ദൃശ്യം നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ CCTV അടിച്ചു തകർത്ത് മോഷണം നടത്തിയത് കൊണ്ട് തന്നെ അന്വേഷണത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. പ്രതി ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.